ഹലോ. ഇന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാളാണ്. എല്ലാവിധ ആശംസകളും പ്രാർത്ഥന നേരുന്നു. ആദ്യമായിട്ട് ജോസഫ്, ജോസ്, യോസേഫ് അങ്ങനെയുള്ളവർക്കൊക്കെ പ്രത്യേകം പെരുന്നാളിലെ മംഗളം നേരുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ദൈവകൃപയാൽ ഞാനും സന്തോഷമായിട്ടിരിക്കുന്നു. താങ്ക് യു. വിശുദ്ധ ഔസേപ്പിതാവിനെ പറ്റി 2-3 വാക്കുകൾ. വിശുദ്ധ ഔസേപ്പിതാവ് ആരാണെന്ന് നമുക്കറിയാം. യേശുവിൻ്റെ വളർത്തുപിതാവാണ് സെൻറ്റ് ജോസഫ്. സെൻറ്റ് ജോസഫ് ബൈബിളിൽ നിശബ്ദനായൊരു കഥാപാത്രമാണ്. ഉൽപ്പത്തി മുതൽ ബൈബിളിലെ ആദ്യ പുസ്തകം ഉൽപ്പത്തി മുതൽ ബുക്ക് ഓഫ് ജനസിസ് മുതൽ വെളിപാട് റെവലേഷൻ വരെ എടുത്തു കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ഡയലോഗെങ്കിലും ഉണ്ടാകും. പക്ഷേ ഔസേപ്പിതാവിന് ഫുൾ നിശബ്ദതയാണ്. എന്നും പറഞ്ഞ് അദ്ദേഹം സംസാരിക്കാത്ത വ്യക്തിയാണെന്നല്ല എൻ്റെ അർത്ഥം. പുള്ളി നിശബ്ദതയിൽ ജീവിക്കുന്നു. നിശബ്ദതയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുണ്യം. അദ്ദേഹത്തിൻ്റെ 2023 ഡിസംബർ ക്രിസ്മസിൻ്റെ അന്ന് സെൻറ്റ് ജോസഫിൻ്റെ ഒരു ഇംഗ്ലീഷ് മൂവി കാണാൻ ഭാഗ്യമുണ്ടായി. നമ്മുടെ ഇംഗ്ലീഷുകാർ നന്നായിട്ടാണ് അത് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നല്ല ഒരു മൂവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണാത്തതും കേൾക്കാത്തതും പല കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റി. ഒത്തിരി സഫർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം പോകുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഓർക്കാം ഇത്രയും സാക്രിഫൈസ് അല്ലെങ്കിൽ സഫറിങ്ങിലൂടെ കടന്ന ഒരു വ്യക്തിയാണെന്ന്. അതുകൊണ്ടാണല്ലോ ദൈവം തൻ്റെ ഏകജാതനായ യേശുവിനെ പിതാവായി, ഭൂമിയിലെ വളർത്തുപിതാവായി ഔസേപ്പിതാവിനെ തിരഞ്ഞെടുത്തത്. തൻ്റെ പരിശുദ്ധ കന്യാമറിയത്തിന് ഭർത്താവായി ഔസേപ്പിതാവിനെ തിരഞ്ഞെടുത്തത്. വിശുദ്ധ ഔസേപ്പിതാവ് നിശബ്ദതയിൽ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ വിശുദ്ധിയും ആ ജീവിതം എങ്ങനെയാണ് അത് തന്നെയാണ് ബൈബിളിൽ കാണിച്ചിരിക്കുന്നത്. നിശബ്ദതയിലൂടെ പോകുന്ന ജീവിതമാണ്. നല്ലൊരു കുടുംബനാഥനായിരുന്നു, നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു അപ്പനാണ്, നല്ലൊരു എല്ലാമാണ്. യേശു പിന്നെ തൻ്റെ ജോലി പഠിപ്പിച്ചതും ഔസേപ്പിതാവാണ്. യേശു ഔസേപ്പിതാവിൻ്റെ കൂടെ നിന്ന് ജോലി ചെയ്യുന്നതൊക്കെ ആ മൂവിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ കന്യാമറിയം പരിശുദ്ധാത്മാന ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ തൻ്റെ പ്രതിസുത വധു ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ എങ്ങനെയാണെന്നറിയാതെ അദ്ദേഹം പരിശുദ്ധ കന്യാമറിയത്തെ ഉപേക്ഷിക്കാൻ നോക്കിയപ്പോഴും താൻ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ മാലാഖ വന്നു അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായതാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് ജനിക്കാനിരിക്കുന്നതെന്ന് പറഞ്ഞു. അവൻ ഇമ്മാനുവൽ എന്നർത്ഥമുള്ള ദൈവം നമ്മോട് കൂടെ അർത്ഥമുള്ള ഇമ്മാനുവലാണ്, അവൻ ഈശോ എന്ന പേരിടണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതുപോലെ ഹെറോദാവ് ഉണ്ണീശോയെ കൊല്ലാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയും ഉണ്ണീശോയെ കൂട്ടിക്കൊണ്ട് ഈജിപ്തിലോട്ട് പലായനം ചെയ്യാൻ സ്വപ്നത്തിലാണ് ദർശനം കിട്ടുന്നത്. ഔസേപ്പിതാവ് ഉറങ്ങുമ്പോൾ പിശാചിക്ക് പരിഭ്രമിക്കുന്നത്, പിശാചികൾക്ക് പേടിയാണെന്ന് പറയപ്പെടുന്നത്. ഇവൻ യേശു ക്രിസ്തു ഉറങ്ങുമ്പോൾ പോലും പിശാചിക്ക് ഭയപ്പെടാറില്ല. കാരണം സ്വപ്നദർശിയാണ്. കാരണം ഒരു സ്വപ്നം കിട്ടണമെങ്കിൽ നമ്മൾ ആഴമായി ഉറങ്ങണമെന്നാണ് പഠനങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. തൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു സംശയം വന്നു, എങ്ങനെയാണ് കല്യാണത്തിന് മുമ്പ് എങ്ങനെയായി എന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ അദ്ദേഹം വറിയാകാതെ അദ്ദേഹം കിടന്നുറങ്ങി. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിജയം. തൻ്റെ കുഞ്ഞിനെയും തൻ്റെ ഭാര്യയെയും ഹെറോദാവ് കൊല്ലാൻ വരുന്നു പറയും. ആ സമയത്ത് അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്. അപ്പോൾ തന്നെ അവരെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ രാത്രി തന്നെ പരിശുദ്ധ കന്യാമറിയം ഔസേപ്പിതാവും പേരെഴുതിക്കാൻ വേണ്ടി സ്വന്തം നാട്ടിലോട്ട് കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് അവിടെ വെച്ച് പ്രസവവേദന സ്റ്റാർട്ടാകുന്നു. അവർ പല വീടുകളിലും മുട്ടുന്നു, പക്ഷെ കിട്ടുന്നില്ല. അവസാനം പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും കാലിത്തൊഴുത്തിലോട്ട് പോയതായിട്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്. വിശുദ്ധ ഔസേപ്പിതാവ് നിശബ്ദതയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുന്ന ഔസേപ്പിതാവിന് മുമ്പിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഭവമുണ്ട്. ഔസേപ്പിതാവിൻ്റെ നിശബ്ദത, ആ വിശുദ്ധിയാണ് നമുക്കും ഓരോരുത്തർക്കും വേണ്ടത്, എനിക്കും നിങ്ങൾക്കും വേണ്ടത്. സഭയിലെ നമ്മുടെ വൈദികർക്ക് വേണ്ടിയും വൈദിക ശ്രേഷ്ഠർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ ഔസേപ്പിതാവിനോട് മാധ്യസ്ഥം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ജീവിതം തുടങ്ങിയവർ, കുടുംബസ്ഥർ, ഇനി കുടുംബജീവിതം തുടങ്ങാതിരിക്കുന്നവർ ഒക്കെ ഔസേപ്പിതാവിനെ മാധ്യസ്ഥം തേടണം. പിശാചിക പരിഭ്രമമാണ്, കുടുംബങ്ങളുടെ നാഥനാണ്, തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്, നൽമരണ മധ്യസ്ഥനാണ്. ഇന്ന് ഔസേപ്പിതാവിൻ്റെ മരണ ദിവസവും കൂടിയാണ്.
അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു പള്ളിയാണ് കണ്ണമാലി പള്ളി. ആഴ്ചകൾക്ക് മുമ്പ് അവിടെ ആൾക്കാർ വന്ന് അവിടെ സ്റ്റേ ചെയ്ത് പ്രാർത്ഥിച്ചു. ഇന്നത്തെ ദിവസം ഞങ്ങൾ അടുക്കാൻ പറ്റിയില്ല. അതുപോലെ തൃപ്പൂണിത്തുറയിൽ കൊച്ചു കണ്ണമാലി പള്ളിയാണ്, അങ്ങോട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഇതാണ്. പക്ഷേ അന്നത്തെ ദിവസം ഞങ്ങൾ അടുക്കത്തില്ല. ഔസേപ്പിതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വിശുദ്ധിയും അതേപോലെ ധൈര്യവും ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നും കൂടി എല്ലാവർക്കും സെൻറ്റ് ജോസഫിൻ്റെ ഫീസ്റ്റിൻ്റെ വിഷസ്, ബ്ലെസ്സിങ്സ്, പ്രയേഴ്സ് നേരുന്നു. ദൈവം എല്ലാവരും സമർത്ഥം അനുഗ്രഹിക്കണമെന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.